ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ബോഗൻവില്ല കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ഇതിലിപ്പോൾ എത്ര ചട്ടികളിൽ എത്ര വെറൈറ്റികളുണ്ടെന്ന് കൃത്യമായിട്ട് എണ്ണൊന്നും അറിയില്ല. ഉള്ളതെല്ലാം നിങ്ങളെ കാണിക്കുകയാണ്. കുറച്ചൊക്കെ വെരിഗേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് അതല്ല നാടൻ വെറൈറ്റികൾ അതുമുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് നോക്കാം. ഈ ഓറഞ്ചൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ റെയറായിട്ട് കാണുന്നതാണ്. ഓറഞ്ചിൻ്റെ 3 ഷെയ്ഡങ്ങാണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഈ ചെടിയുടെ ലീഫ് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിപ്പോൾ പൂക്കളില്ലാതെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇത് രണ്ടും 2 വെറൈറ്റികളാണ് കേട്ടോ. ഈ 2 ചെടികളും പൂക്കളില്ലാതെ നിൽക്കുമ്പോഴും കാണാൻ നല്ല ഭംഗിയാണ്. നവംബർ മുതൽ മെയ് മാസം വരെയാണ് ബൊഗെയിൻവില്ലയുടെ പൂക്കാലം. കുറച്ചധികം ചട്ടികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരേ വെറൈറ്റികളായിക്കോട്ടെ, ഒരേ ടൈപ്പ് ചെടികളായിക്കോട്ടെ, ഒരേ കളറായിക്കോട്ടെ, അത് കുറേ ചട്ടികളിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് പൂത്ത് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗി തന്നെയാണ്. ഞാനിത് ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ചില ചെടികൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും. എല്ലാ ചെടികളും ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ചില വെറൈറ്റികൾ നമുക്ക് ഇതുപോലെ തൂക്കുചട്ടികളിലൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ പൂത്ത് നിൽക്കുന്നത് കാണാം. ഒരു ചെടി നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നഴ്സറിയിൽ നിന്നാണ് വാങ്ങിക്കൊണ്ട് വരുന്നതെങ്കിൽ അത് ചിലപ്പോൾ കവറിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ ചട്ടിയിലായിരിക്കും. അപ്പോൾ അത് ചട്ടിയിലോ കവറിലോ ആണെങ്കിലും കുറച്ചധികം വെള്ളം ഒഴിച്ച് അതൊന്ന് പുതിർത്തിയെടുത്ത് മണ്ണൊന്ന് പുതിർത്തിയെടുത്തതിന് ശേഷം വേര് ഇളകാതെ പറിച്ചെടുത്ത്, ചെറിയ ചട്ടിയോ അല്ലെങ്കിൽ കവറോ ഒക്കെ ആണെങ്കിൽ അത് പൊട്ടിച്ച് കളയുന്നതായിരിക്കും നല്ലത്. അതിലുണ്ടായിരുന്ന മണ്ണെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് പോട്ടി മിക്സായിട്ട് ഒരേ അളവിൽ തന്നെ ചാണകപ്പൊടി, മണൽ, സാധാരണ മണ്ണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഒരു ചട്ടിക്ക് 1 പിടി എന്ന കണക്കിൽ എല്ലുപൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ചട്ടിയിൽ നിറച്ച് ഈ ചെടി അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരിട്ട് വെയിലത്തേക്ക് വെക്കാതെ 2-3 ദിവസം തണലത്ത് വെച്ചതിന് ശേഷം മാത്രം വെയിലത്തേക്ക് മാറ്റി കൊടുക്കുക. നല്ല വെയിൽ വേണ്ട ചെടിയാണ് ബോഗൻവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് മണിക്കൂറുകൾ തന്നെ വെയിൽ കിട്ടുന്നിടത്ത് വേണം ബോഗൻവില്ല വെക്കാനായിട്ട്, ചട്ടി വെക്കാനായിട്ട്. പിന്നെ മാസത്തിലൊരിക്കൽ NPK വളമായിട്ടുള്ള 19-19-19 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ 2 മാസം കൂടുമ്പോൾ കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ എല്ലുപൊടിയൊക്കെ മണ്ണിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മഴക്കാലത്താണ് കമ്പ് പിടിപ്പിക്കാനായിട്ട് നല്ലത്. നല്ല മൂത്ത കമ്പ് എടുത്തതിന് ശേഷം അത് റൂട്ടിൻ ഹോർമോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മുക്കിയെടുത്തിട്ട് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് വെച്ച് കൊടുക്കാവുന്നതുമാണ്. വളങ്ങളൊന്നും ചേർക്കാത്ത സാധാ മണ്ണെടുത്ത് ഒരു കവറിലേക്ക് നിറച്ചതിന് ശേഷം ഈ കമ്പ് വെച്ച് കൊടുക്കാം. കമ്പ് വെക്കുമ്പോൾ ഏത് ചെടിയാണെങ്കിൽ കമ്പ് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നേരിട്ട് മണ്ണിലേക്ക് കുത്തി ഇറക്കാതെ ഒന്ന് വിരൽ കൊണ്ട് ഒരു കുഴിയെടുത്തതിന് ശേഷം മാത്രം കമ്പ് വെച്ച് നന്നായിട്ട് മണ്ണ് അമർത്തി ഉറപ്പിക്കണം. അതായത് ഇളക്കമില്ലാത്ത രീതിയിൽ, ഇളക്കം ആവാത്ത രീതിയിൽ വേണം കമ്പ് ഏത് കമ്പാണെങ്കിലും വെച്ച് പിടിപ്പിക്കാനായിട്ട്. കമ്പ് വെച്ചത് പിടിച്ച് കിട്ടാൻ ഏകദേശം 1-2 മാസങ്ങളൊക്കെ ആകും വേര് പിടിക്കാനായിട്ട്. അത് തണലത്ത് തന്നെ വെക്കുകയും ചെയ്യുക. വെയിലത്തൊന്നും വെക്കാതെ വെയിൽ തട്ടാത്തിടത്ത്, മഴ കൊള്ളാത്തിടത്ത് വെച്ച് കൊടുക്കുക. ഇടക്ക് നനച്ചും കൂടി കൊടുക്കുകയാണെങ്കിൽ ഒരുവിധം കമ്പുകളെല്ലാം തന്നെ ഒരുവിധം ചെടികളെല്ലാം തന്നെ ഇതുപോലെ കമ്പ് വെച്ച് നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. നന്നായിട്ട് ഇലകളൊക്കെ വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ പോട്ടി മിക്സ് റെഡിയാക്കി ചട്ടിയിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നേരിട്ട് അതിൻ്റെ പൂക്കളിലേക്കൊന്നും വെള്ളം വീഴാത്ത രീതിയിൽ ചട്ടിയിലേക്ക് നനച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ കുറച്ചധികം ദിവസങ്ങൾ കൂടി പൂക്കൾ നിൽക്കാനായിട്ട് ഈ നനക്കൽ സഹായിക്കും.
എൻ്റെ അടുത്തുള്ള കുറച്ച് ചെടികൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മലബാർ അഗ്രോ കൾച്ചറൽ നഴ്സറി എന്ന പേരുള്ള മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് കഞ്ഞിപ്പുരയിൽ ഹൈവേയിലുള്ള ഒരു നഴ്സറിയാണ്. അവിടെ നിന്നാണ് ഒരു 5-6 ചെടികൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, പക്ഷേ നല്ല റേറ്റും ഉണ്ട്. ഒരു ചെടിയിൽ തന്നെ 5-6 കളറുകൾ ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള ചെടികളുമുണ്ട്. അതിനൊക്കെ റേറ്റ് 6000-ന് മുകളിലൊക്കെയാണ്. ഏറ്റവും കുറഞ്ഞത് 6000 ആണ്, അതിന് മുകളിലാണ് ചെടികളുടെ വില. ബൊഗൻവില്ലയുടെ ചെറിയ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അവരുടെ അടുത്തുണ്ട്. അത് 100 രൂപ മേലേക്കാണ് വില. വെറൈറ്റി ആയിട്ടുള്ളതിനൊക്കെ അതിനനുസരിച്ച് വില കൂടുന്നുമുണ്ട്. 400, 450 അങ്ങനെ ആ രീതിയിലാണ് വില.